BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. നടേശൻ 2 തോണിയിൽ കാലുവെക്കുന്നയാൾ, മകൻ സംഘപരിവാറിനൊപ്പം, ഭാര്യ BJPക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങുന്നു. വെള്ളാപ്പള്ളിക്കെതിരെ P. ജയരാജൻ. വെള്ളാപ്പള്ളിക്കെതിരെ CPIM സംസ്ഥാന സമിതി അംഗം P. ജയരാജൻ. വെള്ളാപ്പള്ളിക്ക് ബഹുമുഖ വേഷം. വെള്ളാപ്പള്ളി 2 തോണിയിൽ കാലുവെക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. SNDPയുടെയും നവോത്ഥാന സമിതിയുടെയും തലപ്പത്ത് നിൽക്കുന്നു. മകൻ BDJS, അത് സംഘപരിവാറിനൊപ്പം, ഭാര്യ BJP സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുന്നു. നഴ്സിംഗ് ജോലി ലൈംഗികവൽക്കരിക്കപ്പെട്ടെന്ന പരാമർശം. കങ്കണ റണൌട്ടിനെതിരെ ലോക്സഭാ സ്പീക്കർക്ക് പരാതി. നഴ്സുമാരുടെ വേഷത്തെക്കുറിച്ച് നടി കങ്കണ റണൌട്ട് നടത്തിയ പരാമർശത്തിനെതിരെ ലോക്സഭാ സ്പീക്കർക്ക് പരാതി. യൂത്ത് കോൺഗ്രസ് നേതാവാണ് കത്തയച്ചത്. വിവാദമായെങ്കിലും പരാമർശം പിൻവലിക്കുവാൻ നടി തയ്യാറായില്ല. പ്രതിഷേധങ്ങൾക്കിടെ നടിയെ പിന്തുണച്ച് BJP നേതാക്കളും രംഗത്തെത്തി. നഴ്സായി വേഷമിടുന്ന പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിക്കിടെയാണ് കങ്കണ വിവാദ പരാമർശം നടത്തിയത്. ഇന്ത്യയിലെ നഴ്സിംഗ് ജോലി ലൈംഗികവൽക്കരിക്കപ്പെട്ടെന്നും വിദേശ രീതിയിലുള്ള വേഷം മാറേണ്ടതുണ്ടെന്നുമാണ് നടി പറഞ്ഞത്. ഒരു MP എന്ന പദവിയിലിരിക്കെ നടി നടത്തിയ പരാമർശം അതീവ ഗുരുതരമാണെന്നും കടുത്ത നടപടി വേണം എന്നുമാണ് ലോക്സഭാ സ്പീക്കർക്ക് കിട്ടിയ പരാതി. യൂത്ത് കോൺഗ്രസ് നേതാവും ഒരു നഴ്സിന്റെ മകനുമായ വിനീത് തോമസ് ആണ് കത്ത് നൽകിയത്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയും. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയും. തമിഴ്നാട് സർക്കാരുമായി സംസാരിക്കും മന്ത്രി മോൻസ് ജോസഫ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയുമെന്ന് ആവർത്തിച്ച് മന്ത്രി മോൻസ് ജോസഫ്. തമിഴ്നാട് സർക്കാരുമായി അഭിപ്രായ സമന്വയം ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയാണെന്നും സുപ്രീം കോടതി മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കൂവെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം എന്നത് തന്നെയാണ് സർക്കാരിന്റെ നിലപാടെന്നും മോൻസ് ജോസഫ് വ്യക്തമാക്കി. 753 SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിഷേധിക്കുന്നവരെ രാജ്യദ്രോഹികളായി മുദ്രകുത്തുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം SFI. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും CBSE പ്രശ്നവും ബാധിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് SFI അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീജൻ ഭട്ടാചാര്യ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നാഷണൽ ടോർച്ചറിംഗ് ഏജൻസിയായി വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് കളിക്കുന്നു. PM ശ്രീ പദ്ധതി ഏറ്റവും അനുയോജ്യം. പദ്ധതി മുടക്കുന്ന വഴി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി ഇല്ലാതാക്കും K. സുരേന്ദ്രൻ. PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് ഏറ്റവും അനുയോജ്യമെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ. പദ്ധതിയെ മുടക്കുന്ന വഴി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി ഇല്ലാതാക്കും. കഴിഞ്ഞ സർക്കാർ പദ്ധതി ഇല്ലാതാക്കുവാനാണ് ശ്രമിച്ചത്. പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടലാണ്. ശിവൻകുട്ടി തലയിൽ മുണ്ടിട്ടാണ് ഡൽഹിയിൽ പോയി ഒപ്പിട്ടത്. ലീഗിന്റെ ഇപ്പോഴത്തെ മന്ത്രിക്ക് പദ്ധതി നടപ്പിലാക്കേണ്ടി വരുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. വീണ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ഷോൺ ജോർജ്. കരിമണൽ കമ്പനിക്ക് സേവനം നൽകിയത് പിണറായി വിജയനെന്ന് മാത്യു കുഴൽനാടൻ. CMRL എക്സലോജിക് ഇടപാടിൽ ED വീണയ്ക്ക് സമൻസ് അയച്ച പശ്ചാത്തലത്തിൽ വീണയ്ക്കും പിണറായി വിജയനുമെതിരെ അതിരൂക്ഷ വിമർശനങ്ങളുമായി ഷോൺ ജോർജും മാത്യു കുഴൽനാടനും. കമ്പനീസ് ആക്ട് 447 സെഷൻ അനുസരിച്ചുള്ള കുറ്റം വീണ ചെയ്തിട്ടുണ്ടെന്ന് ഷോൺ ജോർജ് ആവർത്തിച്ചു. പിണറായി വിജയനിൽ നിന്നാണ് കരിമണൽ കമ്പനിക്ക് യഥാർത്ഥ സേവനം ലഭിച്ചതെന്നും മാത്യു കുഴൽനാടൻ ആഞ്ഞടിച്ചു. ഇന്ന് 14 ജില്ലകളിലും മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 3 ജില്ലകൾക്ക് റെഡ് അലർട്ട്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പ്. മലയോര മേഖലകളിൽ മഴ കനത്തേക്കും. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.